ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിപ്പോർട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗോ ചാർട്ടിംഗ് ആണ്. ഗ്രേറ്റ് ഈഗിൾ ആൻഡ് ഗോ ചാർട്ടിങ്ങിൻ്റെ പാർട്ണർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് നിഫ്റ്റി 23,400 വരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ ആഴ്ച ഒരു ക്യാപ്ഷൻ ഇട്ടായിരുന്നു. ആ ക്യാപ്ഷൻ പ്രകാരം കൃത്യമായിട്ട് നിഫ്റ്റി ഇന്ന് 23,357 വന്നു. നമ്മുടെ ഫ്യൂച്ചർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23,395 വരെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ വന്നു. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നല്ല നിഫ്റ്റിയെക്കാട്ടിയും വളരെയധികം മുന്നോട്ട് പോയി. ഏകദേശം ലാസ്റ്റ് ഒരു സ്പൈക്കൊക്കെ ബാങ്ക് നിഫ്റ്റി വന്നിട്ട് കിട്ടുന്ന ഒരു സ്പൈക്ക് ലാസ്റ്റ് മിനിറ്റ് തന്നു. ബാങ്ക് നിഫ്റ്റി 54,415 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സ്പോട്ടിൻ്റെ ലാസ്റ്റ് ടെക്ക് കാണിക്കുന്നത്. ഫ്യൂച്ചർ ലാസ്റ്റ് ടെക്ക് കാണിക്കുന്നത് 52,454 460 ഭാഗത്തുമാണ് മാർക്കറ്റിൽ കൃത്യമായി തന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളത് വ്യക്തമായി പറഞ്ഞായിരുന്നു. 52,000 നമ്മുടെ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ R3യുടെ മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത്. നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ ഓപ്പൺ ചെയ്ത് R1ഉം R2 അടിച്ചു. കൃത്യമായിട്ട് ആ ലെവലിൽ തന്നെ കിടന്ന് കൃത്യമായിട്ട് കളിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു എൻട്രി പോസിബിൾ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ റൂമിൽ ലൈവ് ട്രേഡിങ്ങിലെ റൂമിൽ എല്ലാവർക്കും ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലാണ് ട്രേഡ് കിട്ടിയത്. ആരും നിഫ്റ്റി ചെയ്തിട്ടില്ല. കാരണം നിഫ്റ്റിയിൽ ഒരു ഓപ്ഷൻസിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവായത് കൊണ്ട് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചെയ്തതൊക്കെ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി തന്നെ കിഡിലൻ ട്രേഡ് കിട്ടി. ഒരു ട്രേഡ് 580 620 എടുത്തു, അടുത്തത് 580 to 630 എടുത്തു. അത് വീണ്ടും അവിടെ നിന്ന് കയറി 697 710 വരെ പോയി. 55,200 കോൾ, അതായത് നമ്മൾ ട്രേഡ് ചെയ്തത്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് എക്കണോമിക് കലണ്ടർ പ്രകാരം നമ്മുടെ കയ്യിൽ നമ്മുടെ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്, അതേപോലെ ഇമ്പോർട്ടും കൂടി. ട്രേഡ് ബാലൻസ് -14.05 ബില്യൺ നിന്നും -21.54 ബില്യൺ, അതായത് ട്രേഡ് ബാലൻസും കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം നമ്മളെ മന്ത്ലി ഇയർലി ഫിനാൻഷ്യൽ ഇയർ ഒക്കെ കഴിഞ്ഞപ്പം യൂഷ്വലി ഈ സമയത്ത് ഇങ്ങനൊരു ഡേറ്റ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു നീജർക്ക് റിയാക്ഷൻസും തന്നിട്ടില്ല. നമ്മൾ അമേരിക്ക മാർക്കറ്റിലുള്ള ഇന്ന് വൈകിട്ട് 6 മണിക്ക് അമേരിക്കയുടെ എക്സ്പോർട്ടിന് ഡീറ്റെയിൽസ് ഉണ്ട്. അതിനുശേഷം വേറെ വലിയ ഡേറ്റ ഒന്നും അമേരിക്ക മാർക്കറ്റിൽ നിന്ന് കാണുന്നില്ല. ഇനി ട്രംപ് എന്തെങ്കിലും പറയുമോ? ഇന്ന് ഇന്ത്യ അമേരിക്കയുമായി ചേർന്ന് ട്രേഡിൻ്റെ ഒരു താരിഫിൽ ഒരു അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയുള്ള ഒരു റിപ്പോർട്ട്, ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതായത് അത് ഇവരൊരിക്കുന്ന അമിക്കബിൾ സൊല്യൂഷനിലേക്ക് എടുത്ത് അത് കൃത്യമായ രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് ഇന്ത്യക്ക് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് ഗവൺമെൻറ് എടുക്കുന്നു പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നാണ്. T2 എക്സിൽ T2 ആയിരുന്നു. അപ്പോൾ അത് നമ്മളെ മാർക്കറ്റിൽ ചെറിയൊരു സ്പാക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മുടെ മാർക്കറ്റ് ലാസ്റ്റ് ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അത് പക്ഷേ നാളെ നിൽക്കുമോ എന്നൊക്കെ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് വഴി നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി പ്യൂർലി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു കിഡിലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് വന്ന് ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ വിത്ത് നോർമൽ വേരിയേഷൻ അപ്പാണ്. ഏകദേശം പറഞ്ഞാൽ 52,426 23 ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് നിന്നിട്ടുണ്ട്. അവനെ സംബന്ധിച്ച് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ തമ്മിലിൽ പറഞ്ഞതുപോലെ 53,000 വരുമോ എന്ന് ചോദിച്ചതിൻ്റെ ആൻസർ കിട്ടും. കാരണം 52,430 മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 53,106 നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ഒരു ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ പി ഒ സി ഏതാണെന്ന് മാർക്ക് ചെയ്യാം. പി ഒ സി മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ലെവൽസൊക്കെ വ്യക്തമായ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ പി ഒ സി വന്നിരിക്കുന്നത് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. ഇന്ന് പി ഒ സി വന്നിരിക്കുന്നത് 52,175 52,175 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു പി ഒ സി മാർക്ക് വയ്ക്കാം. 52,175 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ടത് ഇനി ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞ എവിടെയാണ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 52,490 52,490 മുകളിൽ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,490 490 മുകളിൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റി ഇനി ഫ്രഷ് ബൈ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. 52,490 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ പി ഒ സി പി ഒ സി അല്ല നമ്മളെ ബുള്ളിഷ് റെഫറൻസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പഴയ കുറേ ലെവൽസ് കടന്ന് പോകാനുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 52,000
689. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 52,489 689 689 എന്നെ സംബന്ധിച്ചുള്ള R1. ഇത് ഞാനൊന്ന് ആദ്യം മാർക്ക് ചെയ്ത് വെച്ചു. R1 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് R2. അതായത് R2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് വരുന്നത് 52,900 52,900. R2 എന്ന് പറയുന്നത് 52,900 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R3 എന്ന് പറഞ്ഞ ഈ POC ആയ 53,113 ഭാഗത്തേക്ക് 53,114 ഭാഗത്തേക്ക്. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള R3 എന്ന് പറഞ്ഞ ഈ ലെവൽ. ഇപ്പോൾ മുകളിലോട്ട് പോകുകയാണെങ്കിൽ 52,490 മുകളിൽ ബൈ 52,689 52,900 53,114 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 51,857 താഴെ. ഇന്നത്തെ ലോയ്ക്ക് താഴെ മാത്രമേ സെല്ലിംഗ് ഉള്ളൂ. ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ 51,860 താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതിന് താഴെ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 51,651 51,651 51,651 S1 എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരാം. S1 അതിന് താഴെ S2 എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ POC ആണ് 51,400 51,400. അത് ജംബിയാണ് നമ്മൾ മാർക്കറ്റിൽ കയറിയപ്പോൾ S2 എന്ന് പറയുന്നത് 51,400 ഭാഗത്തേക്ക് വരാനും 51,400 താഴെ അടുത്തത് നമ്മുടെ മാർക്കറ്റിൽ പറയുകയാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ POC ആയ 51,213 ജെയുടെ ലോ നോക്കണം. 51,189 ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള S3. അപ്പം കൃത്യമായി പറയുക 51,860 താഴെ ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് ആക്ടിവേറ്റ് ആവും. അത് 51,651 51,400 51,189 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നിന്ന് നമ്മളെ ലെവൽ പ്രകാരം കൃത്യമായ ആ ടാർഗറ്റ് തന്നെങ്കിൽ കൂടി നമുക്ക് ഇന്ന് കൃത്യമായി നോക്കിയാൽ ആ ഭാഗത്ത് കിടന്ന് ഓപ്പൺ ചെയ്ത ഭാഗത്ത് തന്നെയാണ് നിഫ്റ്റി കിടന്ന് കളിച്ചിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കിടിലൻ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 500 പോയിന്റ് കൃത്യമായിട്ട് വന്നു. ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ 23,375 മുകളിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചപ്പം ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,400 മുകളിൽ എടുത്തത്. അത് അവിടെ ഒരു ചെറിയൊരു സെസ് ഉണ്ട്. 23,400 മുകളിൽ മാത്രം നമ്മൾ നേരത്തെ സെല്ലിംഗ് വന്ന ഏരിയയാണ് ബുള്ളിഷ് റെഫറൻസ് 23,400. നമ്മുടെ നിഫ്റ്റിയുടെ POC നിൽക്കുന്നത് P ഷേപ്ഡ് പ്രൊഫൈലാണ്. 23,283 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. 23,283 നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. ഇന്നത്തെ POC വന്നിരിക്കുന്നത് 23,283. നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് വന്നിരിക്കുന്നത് 23,400. 23,400 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബിഗ്ഗസ്റ്റ് മൂവ്മെന്റ് വരാനും ആ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 488 23,488 R1 എന്ന് പറഞ്ഞാൽ 23,488 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ അടുത്തത് R2 എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് R2 എന്ന് പറഞ്ഞാൽ അടുത്തത് മുകളിലോട്ട് വരുന്നത് 23,565 23,565 ഈ ഒരു ഏരിയ 23,600 600 ഭാഗത്ത് 23,600 R2 എന്ന് പറയുന്ന നിഫ്റ്റിയെ സംബന്ധിച്ച് 482 മുകളിൽ ഫ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ഞാൻ R2 മുകളിൽ നിഫ്റ്റി വരയ്ക്കുന്നില്ല, കാരണം മാർക്കറ്റ് റേഞ്ച് കാണിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളത് എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 23,245 താഴെ അല്ലെങ്കിൽ 23,240 ഇന്നത്തെ ലോ 23,205 താഴെ നിഫ്റ്റിയിൽ ബെയറിഷ് റെഫറൻസ് എടുക്കും. ഇന്നത്തെ ലോയ്ക്ക് താഴെ എടുത്താൽ മതിയെ. 23,205 താഴെ നിഫ്റ്റിയിൽ സെല്ലിങ്ങിൻ്റെ ഒരു ആ ലെവൽ സ്റ്റാർട്ട് ചെയ്യും. ആ സെല്ലിംഗ് ലെവൽ സ്റ്റാർട്ട് ചെയ്ത് കുറേ POCയുടെ ഭാഗത്തേക്ക് വരാനുണ്ട്. അപ്പം 23,205 താഴെ സെല്ലിംഗ് തുടങ്ങി. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,135 23,135 ഭാഗത്തേക്ക് വരാം. 23,135 എന്നെ സംബന്ധിച്ചുള്ള S1. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് താഴെ S2 എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ 23,037 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്കും 23,037
S2 എന്ന് പറയുന്ന 23,037 എന്ന് പറഞ്ഞ ഈ ഒരു പഴയ ഒരു പി ഒ ജമ്പ് ചെയ്ത് പോയ ആ പി ഒസിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇത്രയും നിഫ്റ്റിക്ക് S1ഉം S2ഉം S1 S2 ആൻഡ് R1 R2 മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്ന സ്ഥിതിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് വേണമെങ്കിൽ ഇനി നല്ല കിടിലൻ മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്ക് നമ്മുടെ ഡെസ്റ്റിന എന്ന് പറഞ്ഞാൽ 2025 ഡെസ്റ്റിന എന്ന പ്രോഗ്രാം മെയ് 16, 17 ട്രിവാൻഡ്രം വെച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൽ പ്രശസ്തനായ ഷിജുമോൻ ആന്റണി പങ്കെടുക്കുന്നുണ്ട്, മാർക്കറ്റ് ഓഫ് ഓർഡർ ഫോർ ട്രേഡറായ വിഷ്ണുഗുപ്തൻ പങ്കെടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗോ ചാർട്ടിങ്ങിൻ്റെ ടീമും പങ്കെടുക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ കം ഒരു ട്രേഡിംഗ് ഒരു ട്രേഡിംഗ് ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ സീറ്റ് മുൻകൂട്ടി ഇപ്പോഴേ ബുക്ക് ചെയ്യുക. മിനിമം പാർട്ടിസിപ്പേഷൻ മാത്രം, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻട്രാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആൾറെഡി തന്നെ 35ഓളം എൻട്രി കിട്ടിയിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങളെ സീറ്റ് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചിരിക്കുക. ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു തരുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക. ടേക്ക് കെയർ. ബൈ ബൈ.